പ്രിയമുള്ളവനെ, സുഖമെന്ന് കരുതുന്നു, അതിനായി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. അവിസ്മരണീയമായൊരു യാത്രയുടെ കഥ പറയാനാണ് എഴുത്ത്. നീ അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അനുഭവിച്ചത് അത്രയും അറിഞ്ഞിരിക്കില്ലല്ലോ. സെയ്ദുൽ ഉലമ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയുടെ ഭാഗമായിരുന്നു ഞാൻ. അങ്ങ് കന്യാകുമാരിയിൽ തുടങ്ങിയ യാത്ര ഇന്ന് മലബാറിന്റെ വിപ്ലവ പോരാട്ട കഥ പറയുന്ന കണ്ണൂരിലാണ്. നീ കണ്ടിരുന്നോ വഴിയരികിൽ ദീർഘനേരമായി കാത്തിരിക്കുന്ന നിരവധി സാധു മനുഷ്യരെ? അവരെന്തിനായിരിക്കും കാത്തിരിക്കുന്നത്? സെയ്ദുൽ ഉലമയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം, ഈ ചരിത്രയാത്രയ്ക്ക് സാക്ഷിയാവാൻ. തങ്ങൾ ഉസ്താദിന്റെ മറുപടി പ്രസംഗങ്ങൾ നീ കേട്ടിരുന്നോ? തങ്ങളെല്ലാ വേദികളിലും അവിടുത്തെ സംഘാടകരെ പരാമർശിച്ചു പറയുന്നത് കേട്ടു. ഈ സ്വീകരണ സമ്മേളനങ്ങൾക്ക് നന്ദി എന്ന വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കില്ലെന്ന്, അനേകം പേരുടെ പ്രാർത്ഥനകളിൽ തുടർന്നും ഉണ്ടാവുമെന്ന്. എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞ സദസ്സായിരുന്നു, പ്രൗഢമായ വേദിയും. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ വേദികളിൽ സംബന്ധിച്ചു. ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തിയ സദസ്സുകൾ. ഈ യാത്ര സമസ്തയുടെ യാത്രയിൽ തിളങ്ങി നിൽക്കുന്ന സുവർണ അധ്യായമാണ്. പ്രിയപ്പെട്ടവനെ, ഇനിയുമേറെ പറയാനുണ്ട്. വരികൾ ഇത്രയും പോരാ ഇത് വിവരിക്കാൻ. ഈയൊരു അനുഭവം മരണം വരെ ഹൃദയത്തിൽ സന്തോഷം തരുന്നൊരു നവ്യാനുഭവമാണ്. നാഥൻ സെയ്ദുൽ ഉലമക്ക് ദീർഘായുസ് നൽകട്ടെ. സമസ്തയെ അജയ്യമായി നയിക്കുന്ന തങ്ങളുടെ പിന്നിൽ അണിചേരാൻ നമുക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ.